വന്നിരിക്കുന്നത് ചരിത്രവും വിശ്വാസവും അലിഞ്ഞു ചേർന്നിരിക്കുന്ന പുണ്യഭൂമിയിലാണ്. അതെ, കൊച്ചി വൈപ്പിനിലെ പള്ളിപ്പുറം മഞ്ഞുമാത മൈനർ ബസിലിക്കയിലാണ് ഞാനെന്നുള്ളത്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 5 വരെ 519ാമത് കൊമ്പ്രേറിയ തിരുനാൾ ആഘോഷിക്കുകയാണ്. മഞ്ഞു പെയ്യിച്ച് കൊടുംവേനലിൽ ഒരു കൂട്ടം ജനതയെയും ദേവാലയത്തെയും രക്ഷിച്ച മഞ്ഞുമാതാവിന്റെ വിശേഷങ്ങളാണ് ഈ ചർച്ച് വ്ലോഗിലൂടെ കാണാൻ പോകുന്നത്. ഈ ചർച്ച് വ്ലോഗിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മൾ ഇന്ന് മഞ്ഞുമാത പള്ളിക്കുള്ളിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വികാരിയച്ഛൻ്റെ അടുത്തേക്ക് നമുക്ക് ചോദിക്കാം. അച്ഛാ, നമ്മൾ മഞ്ഞുമാത അല്ലെങ്കിൽ അവർ ലേഡി ഓഫ് സ്നോ എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ ഇവിടെ ഈ പ്രദേശത്ത് ഏറ്റവും ആദ്യമായിട്ട് സ്ഥാപിതമായത് സെൻറ് റോക്കി എന്ന ദേവാലയമാണ്. ഡച്ചുകാർ വന്ന 1662 സ്ഥാപിതമായൊരു ദേവാലയമാണ്. ഈ വലിയ പള്ളിയുടെ സൈഡിലായിട്ട് സിമിത്തേരിയോട് ചേർന്നുള്ളൊരു പള്ളിയാണത്. അപ്പോൾ അത് അന്ന് സെൻറ് റോക്കി എന്ന പേരിൽ പണിയുകയും അതിനുശേഷം ആണ് മഞ്ഞുമാതാവിൻ്റെ ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമായത്. മാതാവിൻ്റെ പേരിലാണ് ഈ ദേവാലയം സ്ഥാപിതമായത്. പിന്നീട് വളരെയധികം നാളുകൾക്ക് ശേഷം ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ടിപ്പുവിൻ്റെ കാലത്തൊരു ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ടിപ്പുവിൻ്റെ പട വന്ന് നിൽക്കുന്നത് ഈ ദേവാലയത്തിൻ്റെയും അപ്പുറമാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജോഗ്രഫിക്കലി ചിന്തിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറം കടലാണ്. അപ്പോൾ ടിപ്പുവിൻ്റെ പട വന്ന് നിൽക്കുമ്പോൾ ഈ ദേവാലയവും ഈ പരിസര പ്രദേശങ്ങളും മുഴുവനും മൂടൽ മഞ്ഞിനാൽ നിറയപ്പെട്ട് നിന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഇത് കടലിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ച് തിരിച്ചുപോയി. ഈ ഒരു വലിയ അത്ഭുതത്തിലൂടെ പരിശുദ്ധ അമ്മ ഈ ദേശത്തെ മുഴുവനും സംരക്ഷിച്ചു. അന്നു മുതലാണ് ഈ മാതാവിൻ്റെ ഈ ദേവാലയം അല്ലെങ്കിൽ മാതാവിനെ മഞ്ഞുമാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനെ തുടർന്ന് ഒത്തിരിയധികം അത്ഭുതങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ മഞ്ഞുമാതാവിൻ്റെ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഇവിടെ ആഘോഷിക്കുന്നത് 519ാമത്തെ തിരുനാളാണ്. അത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു ദേവാലയത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അപ്പം പ്രധാനമായും മഞ്ഞമാതാവ് എന്നുള്ള പേര് വരാൻ കാരണം മാതാവ് ഈ പ്രദേശത്ത് മുഴുവനും ഇങ്ങനെ വലിയൊരു ദുരിതത്തിൽ നിന്നും അങ്ങനെ സംരക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേര് വരുന്നത്. പിന്നെ മാതാവിൻ്റെ ഈ ചിത്രത്തിനും ഒരു എന്താ പറയുക ഐതിഹ്യം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് മാതാവിൻ്റെ ചിത്രം ഇവിടെ പറയപ്പെടുന്നത് അത് പുഴയിൽ നിന്ന് ലഭിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അത് അന്ന് ഡച്ചുകാർ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ഒരു ചിത്രമാണ് ഇത്. നമ്മൾ വല്ലാർപാടത്തും ഏകദേശം സെയിം രീതിയിൽ തന്നെയുള്ള ചിത്രമാണ് കാണുന്നത്. വല്ലാർപാടത്ത് ഉള്ള ചിത്രം വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു കാര്യം, മാതാവിൻ്റെ കൂടെ ആയിരിക്കുന്നത് 2 വിശുദ്ധരാണ്. ഈ 2 വിശുദ്ധന്മാരുടെ ചിത്രത്തോടു കൂടിയാണ് കാണുന്നത്. ഫ്രാൻസിസ് സേവ്യറും അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന വിശുദ്ധനുമാണ് ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സെയിം ചിത്രം തന്നെയാണ് നമുക്ക് ഇവിടെ വല്ലാർപാടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഡച്ചുകാർ വന്നപ്പോൾ ഇവിടെ ആദ്യം ഒരു പള്ളി സ്ഥാപിക്കുകയും പിന്നെ പുഴയോട് ചേർന്ന് ചെറിയൊരു കുരിശടി സ്ഥാപിക്കുകയും ചെയ്ത് ആ കുരിശടിയിലാണ് ഈ ശരിക്കുമുള്ള ചിത്രം ഇരിക്കുന്നത്. നമ്മൾ പള്ളിയിൽ വെച്ചിരിക്കുന്നതിൻ്റെ റെപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു ചിത്രമാണ് പള്ളിയിൽ വെച്ചിരിക്കുന്നത്. വർഷത്തിലധികം പഴക്കമുള്ള പള്ളിയിലകത്താണല്ലോ നമ്മൾ. അച്ഛാ, അപ്പോൾ ഈ പള്ളിയുടെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇവിടുത്തെ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ? നമ്മൾ ഈ പള്ളിയുടെ ചരിത്രം പറയുമ്പോൾ ഇത് പല ഘട്ടങ്ങളായിട്ട് നിർമ്മിച്ചൊരു ദേവാലയമാണ്. ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പനയോല കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുള്ള സാധാരണ ഒരു കുടിൽ പോലത്തെ ഒരു ദേവാലയമായിട്ടാണ് പഴമക്കാർ പറയുന്നത്. പിന്നീട് പല ഘട്ടങ്ങളായിട്ട് ഈ പള്ളിയുടെ ഇത് പൂർത്തീകരിക്കപ്പെട്ടു.
പിന്നെ ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ ഒത്തിരിയധികം പഴമയുള്ള ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു സ്ട്രക്ചറൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ പള്ളിയുടെ പുറമേ ഏറ്റവും മുകളിലായിട്ടുള്ള സ്തൂപങ്ങളായിട്ട് നമ്മൾ നിൽക്കുന്ന കാര്യങ്ങൾ കാണുന്നത് അത് അടുത്ത കാലത്ത് കൺസ്ട്രക്ഷൻ നടത്തിയപ്പോൾ റിനോവേഷൻ നടത്തിയപ്പോൾ അതിൻ്റെ മുകളിലെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും യഥാർത്ഥത്തിലുള്ള രൂപം നമ്മൾ കാണാൻ സാധിക്കുന്നത് അവിടെ ആ കുമ്പസാരക്കൂടിൻ്റെ മുകളിൽ അതിൻ്റെ കറക്റ്റ് രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മിലാനിൽ കത്തീഡ്രൽ ദേവാലയം കാണുകയാണെങ്കിൽ അതിന് മുകളിലുള്ള അതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒത്തിരിയധികം പഴമയും ഒത്തിരിയധികം ഇതിൻ്റെ ആർക്കിടെക്ചറായിട്ടുള്ള സവിശേഷതകളും ഈ ദേവാലയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടുത്തെ ശുശ്രൂഷകൾ പറയുവാണെങ്കിൽ ഇപ്പോൾ തിരുനാളാണ് ജൂലൈ 30 അപ്പോൾ അത് റിലേറ്റഡ് എല്ലാ വർഷവും ഇങ്ങനെ നടക്കുന്നുണ്ടോ? തീർച്ചയായും ഇത് ഈ ഒരു ദേവാലയത്തിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് ഈ മഞ്ഞുമാതാവിൻ്റെ ഈ ബസിലിക്ക ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങളാണ്. നമ്മൾ കൃത്യമായിട്ട് ജൂലൈ 16 തീയതി ആരംഭിക്കുന്ന 5 ദിവസത്തെ തിരുനാളിനൊരുക്കമായിട്ടുള്ള ധ്യാനം ഉണ്ടായിരിക്കും. അതിനുശേഷം 21 തീയതി മുതൽ 29 തീയതി വരെ നവനാൾ ദിനങ്ങൾ, പിന്നെ 30 തീയതി കൊടിയേറ്റം, 5 തീയതി തിരുനാൾ, അതിനെ തുടർന്ന് 8-ാം ഇടം വരെ 15 തീയതി വരെ, ഓഗസ്റ്റ് 15 തീയതി വരെ ഇവിടെ ആഘോഷങ്ങളാണ്. അപ്പോൾ മറ്റ് ഒരു ദേവാലയത്തിന് കാണാത്ത രീതിയിലുള്ള ഒരു ആഘോഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഏകദേശം കൃത്യം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ഒരുക്കങ്ങളും തിരുനാൾ ആഘോഷങ്ങളുമാണ്. ഒത്തിരിയധികം ആളുകൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഒത്തിരിയധികം അത്ഭുതങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ദേവാലയം കൂടിയാണ് പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ഈ ദേവാലയം. മത്സ്യബന്ധന തൊഴിലാളികളാണ് കൂടുതലും ഭൂരിപക്ഷം ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ വിശ്വാസം എന്നുള്ളത് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതായത് ട്രോളിങ്ങിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ലഭിക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ കൊടികയറ്റത്തിന് മുന്നേ 10 മണിക്കാണ് തോന്നുന്നു ഇവിടെ കടൽ വെഞ്ചരിപ്പ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാ വർഷവും നടന്നു വരുന്നതാണ്, അതൊക്കെ എങ്ങനെയാണ്? പള്ളിപ്പുറം പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ. ഇതിക്ക് മുമ്പ് പള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ മറ്റ് 5 ദേവാലയങ്ങളും കൂടി ഒരുമിച്ചുള്ളതായിരുന്നു. മുനമ്പം, അതോടെ ചെറുവൈപ്പ്, പിന്നെ കടപ്പുറം, കുഞ്ഞിത്തൈ തുടങ്ങിയ മറ്റ് ദേവാലയങ്ങളും ഒരുമിച്ചുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പള്ളിപ്പുറം എന്ന് പറയുമ്പോൾ ഈ പ്രദേശം മുഴുവനും അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും തന്നെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് മത്സ്യബന്ധന മേഖലയാണ്. അപ്പോൾ മത്സ്യബന്ധനം അവരുടെ ജീവിതമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അവർ മാതാവിനോടുള്ള ഭക്തിയും ആദരവുമുള്ള ഈ വ്യക്തികൾ മാതാവിൻ്റെ ആശ്രയം തേടി തന്നെയാണ് കടലിലേക്ക് പോവുക. നമ്മൾ സാധാരണ പറയുന്നത് കടലിലേക്ക് പോകുന്ന വ്യക്തികൾക്ക് വിശ്വാസം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൻ്റെ ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ അവർ നേരിട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ മാതൃഭക്തി അവരുടെ സവിശേഷതയാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ പോവുക. ഇത് ട്രോളിങ് കഴിഞ്ഞ് പോകുന്ന സമയം മാത്രമല്ല, വർഷത്തിൽ എപ്പോഴും ഇവിടെ എപ്പോഴൊക്കെയാണ് അവർ കടലിലേക്ക് പോകുന്നത്, കടലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ബോട്ട് അടുപ്പിക്കാനുള്ളൊരു കടവുണ്ട്, അവിടെ ബോട്ട് വരും. പിന്നെ അച്ഛന്മാർ ആ ബോട്ടിലേക്ക് കയറിയിട്ട്, മത്സ്യബന്ധന ബോട്ടിലേക്ക് കയറിയിട്ട് അത് വെഞ്ചരിക്കും. ഏറ്റവും സവിശേഷമായിട്ട് ട്രോളിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, ഈ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ നിരന്ന് കിടക്കും ഇവിടേക്ക്. ഈ തീരം തുടങ്ങി അപ്പുറത്ത് കുഞ്ഞി സൈഡ് തീരം വരെ ഇങ്ങനെ നിരന്നിങ്ങനെ ബോട്ട് കിടക്കും. ഇങ്ങനെ അച്ഛന്മാർ അതിലേക്ക് കയറി വെഞ്ചരിച്ച് അവർ ആശീർവദിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു വിശ്വാസമാണ്. പിന്നെ പല സാക്ഷ്യങ്ങളും നമുക്കിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാണാൻ സാധിക്കും. എങ്ങനെയാണ് മാതാവ് അവരെ പല ഘട്ടങ്ങളിലും കടലിൽ വെച്ച് സംരക്ഷിച്ചിട്ടുള്ള പല ഇങ്ങനെ അത്ഭുത പ്രവൃത്തികളും ഇവിടെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു
ബോട്ട് വെഞ്ചരിപ്പ് ഇവിടുത്തെ ഒരു സവിശേഷതയാണ്. മഞ്ഞുമാത പള്ളിക്ക് മുമ്പിലായി ഒരു കപ്പേളയുണ്ട്. ആ കപ്പേളയ്ക്ക് മുന്നിലായി നിരവധി ബോട്ടുകളാണ് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ തിരുനാളിൻ്റെ ഭാഗമായിട്ട് 30-ാം തീയതി കടൽ വെഞ്ചരിപ്പും അതുപോലെ തന്നെ എല്ലാ ബോട്ടുകളും ഇവിടെ വന്ന് സമീപിച്ച് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വെഞ്ചരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്നും നമുക്ക് കണ്ടാലോ. വെഞ്ചരിപ്പിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അങ്കിളുണ്ട്. അങ്കിളിനോട് ചോദിക്കാൻ പോവാണ്. അതായത് അങ്കിളെ, ഈ വിശ്വാസം ഇതിനോട് ഒരു ഐതിഹ്യമൊക്കെ ഉണ്ടാവുമല്ലോ, എന്താണ്? അതായത് 1507 ഇവിടെ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ ഇവിടെ ഉണ്ടായ ഏറ്റവും വിശ്വാസസത്യമായ ഒരു കാര്യം 1974 അവർ ലേഡിയോസ്നോ എന്നൊരു ബോട്ട് 5 ജോലിക്കാരുമായിട്ട്, അന്ന് ചെറിയ ബോട്ടുകളാണ്, 5 ജോലിക്കാരുമായിട്ട് പോയി. കൊല്ലത്തു നിന്നാണ് അവർ പോയത്. പോയി കഴിഞ്ഞിട്ട് ഇവരുടെ എഞ്ചിൻ കംപ്ലൈൻ്റായി കിടന്ന് അവർ ഒരു ദിവസത്തേക്കാണ് ഭക്ഷണം കൊണ്ടുപോണത്. അങ്ങനെ ദിവസങ്ങളോളം ബോട്ട് എഞ്ചിൻ ട്രബിളായി ഒഴുകി നടന്ന സമയത്ത് മറ്റു ബോട്ടുകളൊന്നും സഹായത്തിനില്ലായിരുന്നു. ഒടുവിൽ ഇവര് ഭക്ഷണം തീർന്ന് അവശതയായി കിടന്ന് എല്ലാവരും കൂടി മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു മീൻ ചാടി, പച്ചമീൻ ഇതിൽ ചാടി വീഴുകയും അതവരെ മുറിച്ച് ഭക്ഷിക്കുകയും വിശപ്പെടുക്കുകയും മഴ വന്നപ്പോൾ അവരുടെ മുണ്ട് തന്നെ പിടിച്ച് വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അത് സത്യമാണ്. ആ ബോട്ട് 19-ാമത്തെ ദിവസം പാമ്പൻ കടൽ തീരത്തടിഞ്ഞ് തമിഴ്നാട്ടില്ല. ആ പാമ്പൻ കടൽ തീരത്തടിഞ്ഞ് അവിടെ പെട്ടെന്ന് തമിഴ്നാട്ടിലെ മന്ത്രിമാരടക്കം ചെന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുകയും അവിടെ നിന്ന് അത് കഴിഞ്ഞ് അവർ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചിട്ട് ആദ്യം അവർ മഞ്ഞുമാതാവിൻ്റെ നടയിൽ വന്ന് നന്ദി പറയുകയാണ് ചെയ്തത്. ആ 5 പേരിൽ ഒരാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അത് വലിയൊരു വിശ്വാസ സത്യമാണ്. ഫ്രാൻസിസ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 1974 നടന്ന ഒരു സംഭവമാണ്. ഇന്ന് രാവിലെ ഭയങ്കരമായ കാറ്റും മഴയുമായിരുന്നു. എന്നാൽ നമ്മളുടെ പള്ളിയിലെ പരിപാടികൾ, കടൽ വെഞ്ചരിപ്പ് മുതലുള്ള പരിപാടികൾ തുടങ്ങിയപ്പോഴേക്കും കാറ്റും മഴയും എല്ലാം ശമിച്ച് നമ്മളിപ്പോൾ നല്ല കാലാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പണ്ട് കാലത്ത് ഇവിടെ ജലഘോഷയാത്ര ഉണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ബോട്ടുകളടക്കം അലങ്കരിച്ച് ഈ കടൽ വരെയും ജലഘോഷയാത്രക്ക് വരുമായിരുന്നു. പക്ഷെ അത് ഒരു കാലഘട്ടത്തിൽ ആയിട്ടിപ്പോൾ ഒരു 5ഓളം കൊല്ലമായിട്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അതിൻ്റെ പ്രധാന കാരണം ഒരിക്കലൊരു ബോട്ടിൽ ചെറിയൊരു അപകടം ഉണ്ടാവുകയും പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴത്തെ ബോട്ടുകൾ വലിയ ബോട്ടുകളാണ്. പണ്ടൊക്കെ ചെറിയ ബോട്ടുകളായിരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ അലങ്കരിച്ച് പോകാൻ. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ബോട്ട് തന്നെ ഇവിടെ ഓടിച്ചു പോകണത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയ ബോട്ടുകളായതിൻ്റെ പേരിൽ ജലഘോഷയാത്ര മാറ്റിയിരിക്കുകയാണ്. ഈ കടൽ വെഞ്ചരിപ്പ് പണ്ട് മുതലേ ഉള്ളതാണ്. അത് എല്ലാ കൊല്ലവും രാവിലെ 10 മണിക്ക് നടത്തും. അത് അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അത് ചെയ്യണത്. അതിലൂടെ മാതാവിൻ്റെ അനുഗ്രഹം കടൽ മക്കൾക്ക് കിട്ടും എന്നും മീൻപിടുത്തക്കാർക്കെല്ലാം അതിലൂടെ വലിയ നേട്ടങ്ങൾ കിട്ടും, വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിശ്വാസം.
എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഈ ഒരു മണിമാളിക കണ്ടില്ലേ, ഈ മണിമാളികയ്ക്ക് ഒരു ചരിത്രമുണ്ട്. 10-ാം പിയൂസ് പാപ്പയുടെ കാലത്താണ് ഈ ഒരു മണിമാളിക ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു മണി കൊട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് 4 പേര് വേണം. അപ്പോൾ നമുക്ക് അച്ഛനോട് ചോദിക്കാം, അച്ഛാ എന്താണ് ഇതിന് പിന്നിലുള്ള ചരിത്രം? ഈ മണിമാളികയുടെ ചരിത്രം എന്ന് പറയുന്നത് 10-ാം പിയൂസ് പാപ്പ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെമ്മോറിയലായിട്ട് ഒരു മോണുമെൻ്റ് ഇവിടെ സ്ഥാപിക്കാനുള്ള അനുവാദം കൊടുത്തു. ഒരു മണിമാളിക സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിൽ 10-ാം പിയൂസ് പാപ്പയുടെ സിൽവർ ജൂബിലി, പൗരോഹിത്യ സിൽവർ ജൂബിലിയുടെ മെമ്മോറിയലായിട്ടാണ് ഈ ഒരു മണിമാളിക ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മണിമാളിക ഇതിൻ്റെ മണി അടിക്കുന്നത് ഇലക്ട്രിക്കൽ ഉപയോഗിച്ചതാണ്. എന്നാൽ അതിക്ക് മുമ്പ് 4 പേർ ചേർന്നാണ് ഇങ്ങനെ മണി വലിച്ച് ഇങ്ങനെ മണി അടിച്ചുകൊണ്ടിരുന്നത്. അത് ഐതിഹ്യം അങ്ങനെയാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത്. നമ്മൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് 2 പള്ളികളാണ് കാണാൻ സാധിക്കുക. ഒന്ന് വലിയ പള്ളിയും ഒരെണ്ണം ചെറിയ പള്ളിയും. ഒന്ന് പോർച്ചുഗീസുകാർ പണിതതും മറ്റേ ഒന്ന് നമ്മുടെ ഡച്ചുകാർ പണിതിട്ടുള്ള ചർച്ചുകളാണ്. സോ നമുക്ക് ഈ ഒരു പള്ളിനെ കുറിച്ച് ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. അപ്പൊ നമുക്ക് ഈ 2 പള്ളികളെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പിന്നിലുള്ള ചരിത്രം നമുക്ക് ചോദിക്കാം. നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും പഴക്കമുള്ള ഈ പള്ളി അത് ഡച്ചുകാർ സ്ഥാപിച്ച പള്ളിയാണ്. 1662 ഈ പള്ളി സ്ഥാപിതമായത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ വളരെ മനോഹരമാണ് അതിൻ്റെ സ്ട്രക്ചർ. അതിൻ്റെ ഭിത്തികളൊക്കെ നമ്മൾ പണ്ടത്തെ യൂറോപ്യൻസ് അവരൊക്കെ പണിയുന്ന രീതിയിലുള്ള വലിയ വലിപ്പമുള്ള ഭിത്തികളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ ഇടയ്ക്കാണ് ഇത് കൂടുതൽ റിനോവേറ്റ് ചെയ്ത് അതേ സ്ട്രക്ചറിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഇതാണ്. 1662 ഇത് സ്ഥാപിതമായത്. അതിനുശേഷം ഡച്ചുകാരന് ശേഷം ഇവിടെ പോർച്ചുഗീസുകാർ വരികയും പിന്നെ മാതാവിൻ്റെ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഡച്ചുകാർ പണിതപ്പോൾ അത് സെൻറ് റോക്കി ദേവാലയമായിട്ടാണ് അത് പണിതിരിക്കുന്നത്. സെൻറ് റോക്കിയുടെ മധ്യസ്ഥതയിലുള്ള ദേവാലയമാണ് പണിതിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഡച്ചുകാർ പണ്ട് തീർത്ത ദേവാലയത്തിലാണ്. അപ്പോൾ എൻ്റെ പിന്നിലായിട്ട് 1661 സ്ഥാപിതമായിട്ടുള്ള സെൻറ് റോക്കി പുണ്യവാളനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അൾത്താരയും കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. അച്ഛാ, ഇതെങ്ങനെയാണ് പിന്നെയും റിനോവേറ്റ് ചെയ്തു തോന്നുന്നത്? ഈ ദേവാലയം റിനോവേറ്റ് ചെയ്ത ദേവാലയമാണെങ്കിലും അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മളതിൻ്റെ വാളും ഇതൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ എല്ലാം തന്നെ അന്ന് ഡച്ചുകാർ പണിത അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ റിനോവേഷൻ നടത്തിയിരിക്കുന്നത്. ഏറ്റവും മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കാണാൻ സാധിക്കും. സെൻറ് റോക്കി പുണ്യവാളൻ്റെ ഒരു രൂപമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ വാസ്തുശില്പത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഡച്ചുകാർക്ക് തനതായ ഒരു രീതിയിലാണ് ഇവിടെ അവരത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓൾട്ടറിൻ്റെ ഭാഗം നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ സ്പെയിനിലും മറ്റൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ കാണുന്ന യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ഓൾട്ടർ തന്നെയാണ് നമുക്ക് അവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ദേവാലയം അതേപടി തന്നെ അവരെങ്ങനെയാണ് പണിതിരിക്കുന്നത് അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഓരോ വാളിൻ്റെ വലിപ്പം വിഡ്ത്ത് നോക്കിയാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ അൾത്താരെ കണ്ടതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയൊരു മ്യൂസിയം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് എങ്ങനെയാണ്? പിന്നെ ഓരോ സ്ട്രക്ചറിലും നമുക്ക് കാണാൻ സാധിക്കും ഫുള്ളൊന്നും ഇങ്ങനെ തേച്ചിട്ടൊന്നുമില്ല. അത് കാണിക്കാൻ അതിനു വേണ്ടിയാണോ? അല്ല, നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പെട്ടെന്നുണ്ടാവുന്ന ഒരു ചിത്രം എന്താണ്? ഒരു പഴമയാണ് അല്ലേ? നമ്മൾ എപ്രകാരമാണോ ദേവാലയം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കല്ലുകളൊക്കെ നമുക്ക് തെളിഞ്ഞ് കാണാം. അത് എങ്ങനെയാണോ അവർ പണിതത് അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ പഴമ നിലനിർത്തി എന്നതുകൊണ്ട് തന്നെ ഈ ഒരു റിനോവേഷൻ്റെ അതിൻ്റെതായ മഹത്വമുണ്ട്. നമുക്ക് കഴിഞ്ഞ 2022 ഇതിൻ്റെ റിനോവേഷൻ നടത്തിയത്. ആ വർഷം വാസ്തു കലകൾ റിനോവേഷൻ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള അവാർഡ് ലഭിച്ചത് ഈ ഒരു ചർച്ച് റിനോവേഷൻ ചെയ്ത വ്യക്തിക്കാണ്. ആ വ്യക്തിയുടെ പേര് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഇല്ല, എങ്കിലും ആ വർഷത്തെ അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിനായിരുന്നു. അത്രയും മനോഹരമായി തന്നെ ഇത് ചെയ്തു എന്നതിൻ്റെ തെളിവാണ്. വികാരിയെ സൂചിപ്പിക്കുകയുണ്ടായി ഈ മാതാവിന് പിന്നിലുള്ള ചരിത്രവും ഈ ചിത്രത്തിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളെല്ലാം. അപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾ ആദ്യം വന്ന് പ്രാർത്ഥിക്കുന്നത് ഈ കപ്പേളയ്ക്ക് മുന്നിലായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാവരും ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് 2 പള്ളികളിലേക്കായിട്ട് പ്രയറിനൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? പരമ്പരാഗതമായൊരു വിശ്വാസമാണ് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും. കാരണം ഈ ദേശത്തെയും ഈ പരിസരത്തെയും കടലിനെയും അതോടൊപ്പം തന്നെ എല്ലാ ഭവനങ്ങളെയും സംരക്ഷിക്കുന്നത് മാതാവാണെന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ആ ഒരു പ്രഖ്യാപനമാണ് ഇവരെല്ലാവരും ഇവിടെ കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും, മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഈ നടയിൽ വന്ന് മെഴുകുതിരി കത്തിക്കും, പ്രാർത്ഥിക്കും. എന്നിട്ട് ആ വിശ്വാസത്തോടു കൂടി അവർ കടന്നു പോകുമ്പോൾ അവരെല്ലാ കടലാക്രമണങ്ങളിൽ നിന്നും കാറ്റിൽ നിന്നും കോളിൽ നിന്നും പരിശുദ്ധ മഞ്ഞമാതാവ് സംരക്ഷിക്കുമെന്നുള്ള വലിയ വിശ്വാസം അവരുടെ ജീവിതത്തിൽ കാണാനായിട്ട് പറ്റും. ഓരോ സമയവും ബോട്ടിൽ വെഞ്ചരിക്കാനായിട്ട് പോകുമ്പോൾ വളരെ ഭക്തിയോടുകൂടെ തന്നെയാണ് ആ വെഞ്ചരിപ്പ് കർമ്മത്തിൽ അവർ പങ്കുചേരുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങൾ പരിശുദ്ധ മഞ്ഞമാതാവിനോട് അത്രമാത്രം ആഴമായ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു കുർബാനയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അതിരാവിലെ തന്നെ കടന്നു വന്ന് ഇവിടെ മെഴുകുതിരി കത്തിച്ച് ഇവിടുത്തെ വിശ്വാസികളെല്ലാവരും ഈ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ട് പോയി കുർബാന ചൊല്ലുക. അത്രയും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെയുള്ള ഓരോ വിശ്വാസികളും നിലനിർത്തുന്നത് തന്നെ. മുസ്ലിംസ് പൈതൃകം ഉറങ്ങുന്ന ഈ ഭൂമിയിൽ പണ്ട് കാലങ്ങളിൽ നമുക്ക് വഞ്ചി നേർച്ച എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അത് നിലനിന്ന് പോകുന്നുണ്ടോ? നമ്മുടെ തിരുനാളിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള ഒരു പ്രത്യേകതയാണ് വഞ്ചി നേർച്ച എന്ന് പറയുന്നത്. ഈ വഞ്ചി നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒത്തിരിയധികം ജനങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വഞ്ചിയിൽ കഞ്ഞിയും മറ്റു കാര്യങ്ങളുമായിട്ട് ഇവിടെ വരുമായിരുന്നു. അപ്പോൾ അന്ന് തിരുനാൾ ദിനങ്ങളിലൊക്കെ തുടർച്ചയായി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ദേവാലയത്തിലേക്ക് വരുന്ന എല്ലാ വ്യക്തികൾക്കും നേർച്ചയായിട്ട് ഇങ്ങനെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കും. ആ ഒരു പാരമ്പര്യം ഇന്നും തുടർന്നു കൊണ്ടുപോവുകയാണ്. അപ്പോൾ വഞ്ചി നേർച്ച എന്ന പേരിൽ ഇവിടെ ഒരു ഊട്ടുപോലെ നമ്മൾ നടത്താറുണ്ട് തിരുനാളിൻ്റെ ഒരു ദിനത്തിൽ. അതാണ് വഞ്ചി നേർച്ച എന്ന് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഒത്തിരിയധികം ആളുകൾ വളരെ വിശ്വാസത്തോടു കൂടി ഈ ഒരു വഞ്ചി നേർച്ച സംരംഭത്തിൽ പങ്കെടുക്കുകയും മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇനി പള്ളിയിലേക്ക് വരാൻ എങ്ങനെയൊക്കെയാണ് യാത്രാ മാർഗങ്ങൾ? നമ്മൾ പള്ളി ഇരിക്കുന്നത് മുനമ്പം പ്രദേശത്താണ്. അപ്പോൾ നമ്മൾ ചെറായിയിൽ വന്നിട്ട് മുനമ്പത്തേക്കുള്ള വഴിയെടുക്കുക, അതാണ് ഏറ്റവും എളുപ്പമായിട്ട് വഴി. നമ്മൾ അത് എറണാകുളം വൈപ്പിൻ ആ വശത്ത് വരുന്ന വ്യക്തികൾക്കാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് വരികയാണെങ്കിൽ മൂത്തുകുന്നം വഴിയായിട്ട് മാലിങ്കര പാലം കടന്ന് നമുക്ക് ഈ ദേവാലയത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തമിട്ടിൽ പിതാവ് ഈ തിരുനാളിന് കൊടികയറ്റിയിരിക്കുകയാണ്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 5 തീയതി വരെയാണ് തിരുനാളിന് മഹാമഹമായി കൊണ്ടാടുന്നത്. ഇന്നത്തെ ചർച്ച് വ്ലോഗിന്റെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. ഇനി പുതിയൊരു ദേവാലയത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നന്ദി.